അങ്ങനെ ഒരു ആരോപണം പറഞ്ഞതാണോ, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ടെങ്കിൽ അതിന് വലിയൊരു ഇമ്പോർട്ടൻ്റായ ചില കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതിൻ്റെ കാരണം, സാധാരണഗതി ഒരു പ്രതി ഇതുപോലെ കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിയുടെ അടുത്ത് ഒരിക്കലും ആ വാദി വിളിക്കുകയോ കാണുകയോ പോകാറുമില്ല. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് അയാളുടെ പേരിൽ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ലേഡി അയാളെ കാണാൻ ശ്രമിക്കുന്നു, വീണ്ടും കാണാൻ ശ്രമിക്കുന്നു. അത് വളരെ ദുരൂഹതയാണ്. അത് എന്തിനാണ്? എന്ത് കാര്യത്തിലായാലും ശരി, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളാണ്, റേപ്പ് ചെയ്ത ആളാണ്. ആ പെൺകുട്ടി പിന്നെ എന്തിനാണ് അയാളെ കാണാൻ ശ്രമിക്കുന്നത്? അത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ തന്നെ അതിൻ്റെ അകത്തുണ്ട്. അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്. ആ കാണുന്നതിന് ഒത്തിരി അർത്ഥതലമാനങ്ങളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള തന്ത്രപരമായ അല്ലെങ്കിൽ കുതന്ത്രപരമായ കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? ഒരു സത്യം ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടോ?